Hello designers, welcome back to UXUIMANIA. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ യൂസർ എക്സ്പീരിയൻസിനെ കുറിച്ചും യൂസർ ഇൻ്റർഫേസിനെ കുറിച്ചും ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിരുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവർ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് നിങ്ങൾ ഓപ്പൺ ചെയ്ത് ഫസ്റ്റ് വീഡിയോ കാണുക. അതല്ലെങ്കിൽ ഈ വീഡിയോയുടെ റൈറ്റ് ടോപ്പിലായിട്ട് ഒരു കാർഡ് കാണാം, അതിലും ഞാൻ ആ URL കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ കുറച്ചും കൂടി ഇൻഫോർമേറ്റീവ് ആയിരിക്കും. ഓക്കെ, നമുക്ക് യൂസർ എക്സ്പീരിയൻസിനെ കുറിച്ചും യൂസർ ഇൻ്റർഫേസിനെ കുറിച്ചും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ വെൽക്കം. നമുക്കിവിടെ ഒരു ബ്രെയിൻ്റെ പിക്ചർ കാണാം. ഓക്കെ, അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് UX എന്നും റൈറ്റ് സൈഡിലായിട്ട് UI എന്നും എഴുതിയിരിക്കുന്നു. എന്ന് വെച്ചാൽ ബ്രെയിനിൻ്റെ ലെഫ്റ്റ് പോർഷൻ കൂടുതൽ ടെക്നിക്കൽ ലോജിക്കൽ തിങ്കിങ്ങിലായിട്ടുള്ള പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് കൂടുതലായി വിനിയോഗിക്കുന്നത്. എന്നാൽ റൈറ്റ് ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ സ്ഥിരം ജോലി, യൂസർ ഇൻ്റർഫേസ്, വിഷ്വൽ ഡിസൈൻ, ഗ്രാഫിക് ഡിസൈനിങ്, എസ്തെറ്റിക് ലുക്ക്, ക്രിയേറ്റിവിറ്റി തുടങ്ങിയ കൂടുതൽ കളർഫുൾ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്നു. പക്ഷേ UX UI നമ്മൾ പഠിക്കുമ്പോൾ ഇനി മുതൽ നമ്മുടെ ബ്രെയിനിൻ്റെ ലെഫ്റ്റ് പോർഷനെയും റൈറ്റ് പോർഷനെയും നമുക്ക് ഒരുപോലെ പ്രയോജനപ്പെടുത്തണം. ലെഫ്റ്റ് പോർഷനിൽ കൂടുതൽ ചിന്താഗതികളെക്കുറിച്ചും ലോജിക്കായിട്ടുള്ള ഐഡിയകളെക്കുറിച്ചും പ്രോബ്ലം സോൾവിങ്ങിനെക്കുറിച്ചും കൂടുതലായിട്ട് നമുക്ക് കൂടുതൽ എക്സസൈസുകളിലൂടെ കൂടി ലെഫ്റ്റ് ബ്രെയിനും റൈറ്റ് ബ്രെയിനും യൂസ് ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾ ഗ്രാഫിക് ഡിസൈനേഴ്സോ മറ്റെന്ത് ടൈപ്പ് ഓഫ് ഡിസൈനേഴ്സ് ആണെങ്കിൽ ഇനി മുതൽ നമ്മൾ റൈറ്റ് ബ്രെയിൻ മാത്രമല്ല ലെഫ്റ്റ് ബ്രെയിനും കൂടി യൂസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എന്ന് പറഞ്ഞാൽ കൂടുതലായി ചിന്തിക്കാനും കൂടുതലായിട്ട് ലോജിക് അപ്ലൈ ചെയ്യാനും കൂടുതലായിട്ട് പ്രോബ്ലം സോൾവിങ്ങിനെ കുറിച്ച് തിങ്ക് ചെയ്യാനുമുള്ള ഒരു ഏരിയ കൂടിയാണ് UX അഥവാ ലെഫ്റ്റ് പോർഷൻ ബ്രെയിൻ എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, UX സൈഡിൽ എന്ന് വെച്ചാൽ ലെഫ്റ്റ് ബ്രെയിനിൽ നമ്മൾ ഇൻ്ററാക്ഷൻ ഡിസൈൻ, വയർ ഫ്രെയിംസ് ആൻഡ് പ്രോട്ടോടൈപ്സ്, ഇൻഫർമേഷൻ ആർക്കിടെക്ട്സ്, യൂസർ റിസർച്ച്, സിനാരിയോസ് തുടങ്ങി ഒട്ടേറെ ക്രിയേറ്റീവ് മാത്രമല്ല കുറേ തിങ്കിങ് ലെവൽ ഓഫ് കൈൻഡിലുള്ള കാര്യങ്ങൾ ബ്രെയിൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ യൂസർ എക്സ്പീരിയൻസിൻ്റെ ടെക്നിക്കൽ ടേംസുകളാണ് നമ്മളിവിടെ ലെഫ്റ്റ് സൈഡിൽ എഴുതിയിരിക്കുന്നത്. ഇൻ കേസ് ഇതൊരു ഫസ്റ്റ് ടൈം ആയിട്ടുള്ള ആൾക്കാരാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇതിലേക്ക് ഫസ്റ്റ് ടൈമാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്കൊരു പേനയും പേപ്പറും എടുത്ത് നോട്ട് ചെയ്ത് വയ്ക്കാം. കാര്യം ഇതെല്ലാം തന്നെ ഇൻഡസ്ട്രിയിൽ നമ്മൾ നിരന്തരമായി ഉപയോഗിക്കുന്ന ടെക്നിക്കൽ വേർഡ്സുകളാണ്. ഒരു കമ്പനിയിൽ അത് ഏത് ഇൻ്റർനാഷണൽ കമ്പനി ആയിരുന്നാൽ തന്നെയും ഒരു കമ്പനിയിലേക്ക് യൂസർ എക്സ്പീരിയൻസിന് പ്രത്യേകം എംപ്ലോയീസും യൂസർ ഇൻ്റർഫേസിനായിട്ട് മറ്റൊരു വിഭാഗം എംപ്ലോയീസിനെ വേണം അവർ ചൂസ് ചെയ്യുന്നത്. പക്ഷേ ചില കമ്പനികളിൽ യൂസർ എക്സ്പീരിയൻസും യൂസർ ഇൻ്റർഫേസും ഒരേ കാറ്റഗറിയിൽ തന്നെ ഉൾപ്പെടുത്തി ഒരേ എംപ്ലോയീസ് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ കൂടുതലായിട്ടും UX ചെയ്യുന്നത് UX ആർക്കിടെക്ട്സ് ആയിട്ടുള്ള ഒരു വിഭാഗം കാറ്റഗറി ഓഫ് പീപ്പിൾസ് ആണ്. പക്ഷെ നമുക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ബേസിക് അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്കൊരു UX ഡിസൈനറെന്നും UI ഡിസൈനറെന്നും കൂടി കൂടുതലായിട്ട് വാല്യൂ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നിങ്ങൾ ഈ കാണുന്ന വേർഡ്സുകളൊക്കെ പറ്റുമെങ്കിൽ മനസ്സിൽ സൂക്ഷിക്കുക, അല്ലെങ്കിൽ ഒരു പേപ്പറിൽ നോട്ട് ചെയ്യുക. ഓക്കെ, ഇനി UXനുള്ള ടെക്നിക്കൽ ടേംസ് പോലെ റൈറ്റ് ബ്രെയിനിലെ യൂസർ ഇൻ്റർഫേസിന് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സുകളാണ് വിഷ്വൽ ഡിസൈൻസ്, കളേഴ്സ്, ഗ്രാഫിക് ഡിസൈൻ, ലേഔട്ട്, ടൈപ്പോഗ്രാഫി, അങ്ങനെ പറയുന്ന കുറേ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, നമ്മൾ ഈ ലെഫ്റ്റ് ബ്രെയിൻ്റെയും റൈറ്റ് ബ്രെയിൻ്റെയും യൂസേജിനെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. ഇത് എങ്ങനെയാണ് നമ്മൾ ഇൻഡസ്ട്രിയിൽ, ഡിസൈൻ ഇൻഡസ്ട്രിയിൽ പ്രയോജനപ്പെടുത്താൻ പോകുന്നതെന്ന് കുറച്ചുകൂടി ആധികാരികമായിട്ട് നോക്കാം. ഓക്കെ, UX ഡിസൈൻ ഈസ് ഫസ്റ്റ് ഫോളോഡ് ബൈ UI ഡിസൈൻ അല്ലേ. ഫസ്റ്റിലെ നമ്മൾ ഏതൊരു കമ്പനിയിലായിരുന്നാലും എന്തൊരു പ്രോഡക്റ്റിൻ്റെ ഡിസൈനിങ് ആയിരുന്നാലും യൂസർ എക്സ്പീരിയൻസ് ആണ് ആദ്യമായി ചെയ്യുന്ന ഡ്യൂട്ടി. ആ യൂസർ എക്സ്പീരിയൻസിൻ്റെ റിസൾട്ടാണ് നമ്മൾ യൂസർ ഇൻ്റർഫേസിൽ ഡിസൈൻ ചെയ്ത് ഒരു ബ്യൂട്ടിവൽക്കരിച്ച് അതിനൊരു ഇൻ്റർഫേസ് ഡിസൈനായിട്ട് അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ തന്നെ പറഞ്ഞ കാര്യമാണ്. സോ ഫസ്റ്റിലെ തന്നെ നിങ്ങളെല്ലാവരും മനസ്സിൽ കീപ്പ് ചെയ്യുക. ഇനി നിങ്ങൾ എന്ത് പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യാൻ പോവുകയാണെങ്കിലും, ഫോർ എക്സാമ്പിൾ വെബ്സൈറ്റ്, മേ ബി ആപ്ലിക്കേഷൻ, എനി അതർ കൈൻഡ് ഓഫ് പ്രോഡക്ട്സ്, നിങ്ങൾ ഓർക്കുക ഫസ്റ്റ് ടൈം നമ്മൾ ചെയ്യുന്ന ഡ്യൂട്ടി യൂസർ എക്സ്പീരിയൻസ് ആയിരിക്കണം. കാരണം എന്തെന്നാൽ ആ ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് എങ്ങനെ വേണം ഒരു യൂസർ നല്ലതുപോലെ ഉപയോഗിക്കാൻ, അത് എന്തുമാത്രം ഈസി ആയിട്ട് യൂസർ ഉപയോഗിക്കണം, എത്രമാത്രം എളുപ്പത്തിൽ ആ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന യൂസർക്ക്
വളരെ ഫലപ്രയോജനമാവുന്ന രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റിലെ തന്നെ ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നതിന് മുന്നോടിയായി തന്നെ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുകയും അതിനെക്കുറിച്ച് അനലൈസ് ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ട് വളരെ ഡീപ്പായിട്ട് ആ പ്രോഡക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കി അതിനുവേണ്ടി നമ്മൾ റഫായിട്ട് കുറച്ച് വയർ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യും. ഓർത്തിരിക്കുക, വയർ ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റിൻ്റെ ആദ്യത്തെ ഘട്ടത്തിലുള്ള ഒരു റഫായിട്ടുള്ള ഒരു പിക്ചറൈസേഷനാണ്. അതിന് ഇഷ്ടംപോലെ ടൂൾസുകൾ നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ് റഫായിട്ടുള്ള സ്കെച്ചിങ്ങിന് വേണ്ടിയിട്ട്. ഈവൻ ഒരു പേനയും പേപ്പറും ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഏതൊരു പ്രോഡക്റ്റിനെ കുറിച്ചും ഏതൊരു ബിസിനസ്സിനെ കുറിച്ചും നമുക്ക് നല്ലൊരു വയർ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ആശയങ്ങളെ ഒരു പേനയുടെ സഹായത്തോടു കൂടി റഫായിട്ട് സ്ക്രിബിൾ ചെയ്ത് വയ്ക്കുന്ന ഒരു മെത്തേഡാണ് വയർ ഫ്രെയിമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എപ്പോഴും ഓർത്തിരിക്കുക, UX ആണ് ആദ്യം ചെയ്യുന്നത്, പിന്നീട് മാത്രമാണ് അതിന് യൂസർ ഇൻ്റർഫേസ് ഡിസൈൻ കൊടുക്കുന്നത്. സോ നിങ്ങൾ ഇതുപോലുള്ള പിക്ചറുകളൊക്കെ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? കാർഡ് സോർട്ട് ചെയ്യുന്നതും പേപ്പറിലെല്ലാം വരച്ച് സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നതും ഒക്കെ ആയിട്ട് ഇതെല്ലാം തന്നെ യൂസർ എക്സ്പീരിയൻസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചില ടെക്നിക്സുകളാണ്. അതെല്ലാം വളരെ ആധികാരികമായിട്ട് ഇറങ്ങിച്ചെന്ന് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയായിരുന്നാലും ഇത്രയേ ഉള്ളൂ ഓർത്തിരിക്കാൻ. നിങ്ങൾ ഇനി എന്ത് ടൈപ്പ് ഓഫ് പ്രോഡക്റ്റാണ്, പ്രത്യേകിച്ച് ഞാൻ ഡിജിറ്റൽ പ്രോഡക്റ്റിൻ്റെ കാര്യമാണ് പറയുന്നത്, അഥവാ ഇനി ഗ്രാഫിക്സ് ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർക്ക് പോലും നിങ്ങൾക്കൊരു ഗ്രാഫിക്സ് പ്രോഡക്റ്റ്, എന്തെങ്കിലും ഒരു ഡിസൈൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ചെയ്യണമെങ്കിൽ അതിനെക്കുറിച്ച് അത് തുടങ്ങുന്നതിന് മുമ്പേ നല്ലതുപോലെ റിസർച്ച് ചെയ്യുകയും അതിന് വേണ്ടുന്ന യൂസേഴ്സ് ആരൊക്കെയാണെന്ന് റിസർച്ച് ചെയ്യുകയും മറ്റു കാര്യങ്ങളെല്ലാം നിങ്ങൾ നല്ലതുപോലെ അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം ഡിസൈനിങ്ങിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത് കൂടുതലായിട്ട് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വെബ്സൈറ്റ് നിർമ്മാണ രംഗത്തും അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ നിർമ്മാണ രംഗത്തും ഒക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. സാധാരണ ഒട്ടുമിക്ക IT കമ്പനികളും ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകളായിരിക്കും കൂടുതലായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ എസ്പെഷ്യലി ഗ്രാഫിക് ഡിസൈനേഴ്സ് ആയിട്ടുള്ളവർ ഓർത്തിരിക്കുക, നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്രാഫിക്സ് ഡിസൈനിങ്ങിൽ നിന്നും ഒരു വെബ് ഇൻഡസ്ട്രിയിലേക്ക് അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ഇൻഡസ്ട്രിയിലേക്ക് കാലുവെടുത്ത് കുത്തുമ്പോൾ ഇത്തരം കാര്യങ്ങളാണ് കൂടുതലായിട്ട് മനസ്സിലാക്കാനുള്ളത്. നിങ്ങളുടെ എസ്തെറ്റിക് ആയിട്ടുള്ള ഡിസൈനിങ് സെൻസിനോടൊപ്പം ഇത്തരത്തിലുള്ള റിസർച്ചിങ് സെൻസും കൂടെ അപ്ലൈ ചെയ്താൽ ദ ലെഫ്റ്റ് ബ്രെയിൻ റൈറ്റ് ബ്രെയിൻ എല്ലാം കൂടെ ചേർന്ന് നിങ്ങൾക്കൊരു യൂസർ എക്സ്പീരിയൻസ് പ്ലസ് യൂസർ ഇൻ്റർഫേസ് ഡിസൈനറായിട്ട് മാറാൻ കഴിയും. ഓക്കെ, എങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് നമുക്ക് വയർ ഫ്രെയിം ചെയ്തിട്ട് ഡിസൈൻ ആക്കുന്നതിനുള്ള ചെറിയൊരു ഡെമോ നമുക്കിവിടെ കാണാം. എന്ന് വെച്ചാൽ ഏതൊരു വെബ്സൈറ്റ് ആയിക്കോട്ടെ, ഓർക്കുക, ഇതുപോലെ ആദ്യ ഘട്ടത്തിൽ നമ്മൾ കുറേ ഐഡിയാസുകൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം റഫായിട്ടുള്ള ഒരു വയർ ഫ്രെയിം എന്ന് വെച്ചാൽ ഒരു കളേഴ്സും അപ്ലൈ ചെയ്യാതെ ജസ്റ്റ് ഗ്രേ കളറിൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ സഹായത്തോടു കൂടിയോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബുക്കിൻ്റെയോ പേനയുടെയോ സഹായത്തോടു കൂടിയോ ഒരു റഫായിട്ടുള്ള സ്ക്രിബിൾ ചെയ്യും. ആ വയർ ഫ്രെയിമിനാണ് പിന്നീട് നമ്മൾ കളറുകൾ അപ്ലൈ ചെയ്ത് അതിനെ ബ്യൂട്ടിവൽക്കരിക്കുന്നത്. ഓക്കെ, സോ ഈ ലെഫ്റ്റിൽ കാണുന്ന ഗ്രേ വെർഷൻ എന്ന് പറയുന്നത് UX പാർട്ടാണ് അതിൻ്റെ. ഇപ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്ന പ്രോപ്പർ ഡിസൈൻ എന്ന് പറഞ്ഞത് നമ്മുടെ ഇൻ്റർഫേസ് ഡിസൈനും. എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം UX UI എന്ന് പറയുന്നത് എന്തോ ഒരു മഹത്തായ ഒരു വലിയ സംഭവമായിട്ട് പല ഡിസൈനേഴ്സും കണക്കാക്കി വെച്ചിട്ടുണ്ട്, ഈവൻ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഗ്രാഫിക് ഡിസൈനേഴ്സ് പോലും. സോ ഇത് നമ്മൾ ഇത്തരത്തിൽ ഇറങ്ങിച്ചെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കൈൻഡ് ഓഫ് ഡിസൈനേഴ്സിനും വളരെ ഈസി ആയിട്ട് എത്തിപ്പറ്റാവുന്ന ഒരു മേഖലയാണ് UX UI എന്ന് പറയുന്നത്. ഓർക്കുക, ഗ്രാഫിക് ഡിസൈൻ ഇൻഡസ്ട്രിയിൽ നിങ്ങൾ ഏൺ ചെയ്യുന്നതിൻ്റെ ഡബിളോ അതിൽ കൂടുതലോ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഒരു യൂസർ ഇൻ്റർഫേസ് യൂസർ എക്സ്പീരിയൻസ് ഡിസൈനറിലേക്ക് കാലുകുത്തുമ്പോൾ നിങ്ങൾക്കുണ്ടാകാവുന്ന മാറ്റം. ഒട്ടുമിക്ക IT കമ്പനികളിലേക്കും UX UI ഡിസൈനിങ്ങിലേക്ക് ആൾക്കാർ എപ്പോഴും വേക്കൻസികൾ വരുന്നതാണ്. സോ ഓപ്പണിംഗ് ധാരാളമുള്ള ഇൻഡസ്ട്രിയാണ്. കൂടാതെ ഗ്രാഫിക് ഡിസൈനിങ് ഉള്ള ഇൻഡസ്ട്രിയിലുള്ള എൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും ഞാൻ എപ്പോഴും അഡ്വൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ യൂസർ എക്സ്പീരിയൻസ് നിങ്ങൾ ഡിജിറ്റൽ മീഡിയയിലെക്കുറിച്ച് തിങ്ക് ചെയ്യാനും നിങ്ങൾക്ക് ഡിജിറ്റൽ പ്രോഡക്റ്റിനെ കുറിച്ച് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇതൊരു നല്ലൊരു ഇൻട്രൊഡക്ഷനായിട്ട് നിങ്ങൾ കണക്കാക്കണം. പ്രിൻറ്റ് മീഡിയ ഡിസൈനിൽ നിൽക്കുന്ന എല്ലാ സുഹൃത്തുക്കളോടും എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഈ കൊറോണ കാലത്തിനോടനുബന്ധിച്ച് പ്രിൻറ്റ് മീഡിയ വർക്കുകൾ വളരെ ഇൻഡസ്ട്രിയിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം. ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ ഡിജിറ്റൽ മീഡിയയിലേക്ക് കാലുകുത്തേണ്ടത് വളരെ അനിവാര്യമായി കൊണ്ടിരിക്കുകയാണ്. അത് ഒരു വലിയൊരു റിസ്ക് ആയിട്ട് അല്ലെങ്കിൽ വലിയൊരു ടാസ്ക്കായിട്ട് ഒരു കാരണവശാലും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് എത്തിപ്പറ്റാൻ പറ്റുന്നൊരു മേഖലയാണ്. ഇതിൻ്റെ ഒരു ഇൻഡെപ്ത് നിങ്ങൾ കൂടുതലായിട്ട് ഇൻ്റർനെറ്റിലൂടെ ഒക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. സോ ഈ ചാനൽ നമ്മൾ അതിനും കൂടെ വേണ്ടിയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് എന്ത് ഹെൽപ്പുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കമൻറ്റിൽ പോസ്റ്റ് ചെയ്യാം. എന്തെങ്കിലും ടൈപ്പ് ഓഫ് വീഡിയോകൾ വേണമെങ്കിൽ അഥവാ എന്തെങ്കിലും ടൈപ്പ് ഓഫ് സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും
നിങ്ങൾക്ക് ഗ്രാഫിക് ഡിസൈനിങ് ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരു ഡിജിറ്റൽ ഇൻഡസ്ട്രിയിലേക്ക്, പ്രത്യേകിച്ചും UX UI എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ ഡൊമൈനിലേക്ക് നിങ്ങൾക്ക് കയറിപ്പറ്റാൻ എന്തുവിധ സഹായങ്ങൾ വേണമെങ്കിലും ഈ ചാനലിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എന്ത് ഡൗട്ടുകൾ വേണമെങ്കിലും കമൻ്റായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ യൂസർ എക്സ്പീരിയൻസിനെ കുറിച്ചും യൂസർ ഇൻ്റർഫേസിനെ കുറിച്ചും നമ്മൾ ഒന്നും കൂടെ പറയുകയാണ്. എപ്പോഴും നമ്മളൊരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നതിൻ്റെ മുന്നോടിയായിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്ത് അതാരൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി അതിൻ്റെ യൂസറിനെ കണ്ടെത്തി യൂസറിന് വേണ്ടുന്നത് നമ്മൾ മനസ്സിൽ പ്ലാൻ ചെയ്ത് അതിന് റഫായിട്ടൊരു സ്ക്രിബിൾ ക്രിയേറ്റ് ചെയ്ത് ആ സ്ക്രിബിൾ നമ്മൾ വളരെ ഏറെ ക്ലയൻറ്റിനെ കാണിച്ച് നമുക്ക് ആവശ്യത്തിനുള്ള അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിന് ആവശ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും ഒബേ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അതിൻ്റെ ബ്രാൻഡിങ് സൈഡിലേക്ക് എന്ന് വെച്ചാൽ കളർഫുൾ ആയിട്ടുള്ള ഡിസൈൻ സൈഡിലേക്ക് ചിന്തിക്കുന്ന മെത്തേഡാണ് UX എന്നും UI എന്നും പറയുന്നത്. ഇൻറ്റേർണലായിട്ട് കൂടുതലായിട്ട് ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബെസ്റ്റ് എക്സാമ്പിളും കൂടെ നിങ്ങൾക്ക് കാണിക്കുകയാണ്. ശ്രദ്ധിക്കുക, നോക്കുക. UX എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ ബോഡിയായിട്ട് ഞാൻ ജസ്റ്റ് കമ്പയർ ചെയ്ത് നോക്കുകയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള നമ്മുടെ സ്കെൽട്ടൺ എടുത്ത് നോക്കിയാൽ നമ്മൾക്ക് എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ നമ്മൾ ചലിക്കണം, എങ്ങനെ നമ്മൾ പ്രവർത്തിക്കണം എന്ന എല്ലാ കാര്യങ്ങളും അത് സ്കെൽട്ടനായിട്ട് നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. റൈറ്റ്? ആ സ്കെൽട്ടന് നല്ല പോലെ മാംസവും ശരീരത്തിന് ആവശ്യമായ നിറവും മുടിയും എല്ലാം കൊടുത്ത് അതിനൊരു എക്സാക്റ്റ് ഹ്യൂമൻ ബീയിങ്ങിൻ്റെ രൂപം ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് UA ചെയ്യുന്നത്. അപ്പോൾ ഓർക്കുക, റൈറ്റ് സൈഡിൽ കാണുന്ന നിങ്ങളുടെ ആ ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ രൂപമാണ് UA എന്ന് പറയുന്നത്. ആ രൂപം കൊണ്ട് മാത്രം ഒരു മനുഷ്യനൊന്നും ചെയ്യാൻ കഴിയില്ല. അത് പ്രോപ്പറായി വർക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ ലെഫ്റ്റിൽ കാണുന്ന സ്കെൽട്ടൺ, അതായത് അതിൻ്റെ എല്ലാ ഫങ്ഷണാലിറ്റിയും പിടിച്ചു നിർത്തുന്ന സ്കെൽട്ടൺ പ്രോപ്പറായിട്ട് ചെയ്തിരിക്കണം. ആ ലെഫ്റ്റ് സൈഡിലെ പ്രോപ്പർ സ്കെൽട്ടണും റൈറ്റ് സൈഡിലെ പ്രോപ്പർ UAയും കൂടെ ചെയ്യുമ്പോഴാണ് ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ബോഡി ഉണ്ടാകുന്നത്. നല്ലതുപോലെ ക്ലിയർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഈ മനുഷ്യ ശരീരത്തിൻ്റെ എക്സാമ്പിളോട് കൂടി UXനെ കുറിച്ചും UAയെക്കുറിച്ചും അത്യാവശ്യം കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എത്തിപ്പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും കൂടുതൽ എക്സാമ്പിൾസുകളും കൂടുതലായിട്ട് ഇതിലേക്ക് കുറച്ചുകൂടി നമുക്ക് ഡീപ്പായിട്ട് ഇതേ കണക്കൊരു ഇൻട്രോ വീഡിയോ ഉടനെ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ കുറച്ചും കൂടെ നമുക്ക് ഇറങ്ങിച്ചെല്ലാം. ഇപ്പോൾ ഒരു ബേസ് കിട്ടിയെന്നുള്ള ഒരു വിശ്വാസത്തിൽ ഞാൻ തൽക്കാലം ഇപ്പോൾ വീഡിയോ നിർത്തുകയാണ്. നിങ്ങളുടെ എന്ത് അഭിപ്രായങ്ങളും നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങളുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാ ക്രിയേറ്റീവായിട്ടുള്ള ഡിസൈനേഴ്സിനും എല്ലാ ഡിസൈനിങ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫീൽഡിലുള്ള എല്ലാ ആൾക്കാർക്കും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മാക്സിമം ശ്രമിക്കുക. ബിക്കോസ് ഇത്തരത്തിലൊരു ഓൺലൈൻ ഇൻഡസ്ട്രിയിലേക്ക് എല്ലാ ഡിസൈനേഴ്സും എത്തിപ്പറ്റേണ്ടത് ഈ ഒരു കാലത്തിൻ്റെ വളരെ അനിവാര്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ഗൈസ്.